ഹലോ മക്കളെ, ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റ് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. അതിൽ ടൊളൻസ് ടെസ്റ്റും ഫില്ലിംഗ്സ് ടെസ്റ്റും വളരെ ഇമ്പോർട്ടന്റ്. ടൊളൻസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ടൊളൻസ് റിയേജന്റ് വെച്ചിട്ടാ. ആരാ ടൊളൻസ് റിയേജന്റ്? അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. അത് നമ്മൾ ആൽഡിഹൈഡിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്ത് ആസിഡ് ആയിട്ട് മാറും. ടൊളൻസ് റിയേജന്റ് റിഡ്യൂസ് ചെയ്ത് സിൽവർ മെറ്റൽ ആയിട്ട് മാറും. ആ സിൽവർ മെറ്റൽ ടെസ്റ്റ് ട്യൂബിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്താൽ അതൊരു മിറർ പോലെ ആക്ട് ചെയ്യും. അതുകൊണ്ട് ഇത് സിൽവർ മിറർ ടെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഈ ടെസ്റ്റ് കീറ്റോൺ ആൻസർ ചെയ്യില്ല, ആൽഡിഹൈഡ് മാത്രമാണ് ആൻസർ ചെയ്യുന്നത്. രണ്ടാമത്തെ ടെസ്റ്റ് ആണ് ഫില്ലിംഗ്സ് ടെസ്റ്റ്. ഫില്ലിംഗ്സ് ടെസ്റ്റ് ചെയ്യുന്നത് ഫില്ലിംഗ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാ. ഫില്ലിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫില്ലിംഗ് സൊല്യൂഷൻ എയുടെയും ഫില്ലിംഗ് സൊല്യൂഷൻ ബിയുടെയും മിക്സറാ. ആരാ ഫില്ലിംഗ് സൊല്യൂഷൻ എ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെയാണ് ഫില്ലിംഗ് സൊല്യൂഷൻ എ എന്ന് പറയാ. അതേസമയം ആൽക്കലൈൻ, സോഡിയം, പൊട്ടാസ്യം ടാർട്രേറ്റ് അഥവാ റോച്ചലെ സാൾട്ടിനെയാണ് ഫില്ലിംഗ് സൊല്യൂഷൻ ബി എന്ന് പറയാ. ഇത് ഈക്വൽ ആയിട്ട് മിക്സ് ചെയ്താൽ ഫില്ലിംഗ് സൊല്യൂഷൻ ആയി. ആ ഫില്ലിംഗ് സൊല്യൂഷന്റെ പ്രത്യേകത അത് ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്ത് ആസിഡ് ആക്കി മാറ്റുന്നുണ്ട്. അതേസമയം ആ ഫില്ലിംഗ് സൊല്യൂഷൻ റിഡ്യൂസ് ചെയ്തിട്ട് റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഇല്ല Cu2O അഥവാ കുപ്രസ് ഓക്സൈഡ് ആയിട്ട് മാറുന്നുണ്ട്. ഇത് കീറ്റോൺ ആൻസർ ചെയ്യുന്നില്ല. ഈ രണ്ട് ടെസ്റ്റും ഇമ്പോർട്ടന്റ് ആണ്.